മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അന്യരുടെ കുറവുകൾ പറഞ്ഞ് വലിപ്പപ്പെടുത്തി പ്രസിദ്ധപ്പെടുത്തുന്നതല്ല, ദൈവയോടെ സഹതാപൂർവം വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നതാണ് ക്രൈസ്തവന്റെ കടമ. നമ്മിൽ പലരും ഇതിന് വിപരീതമാണ്. ആരെങ്കിലും വല്ല തെറ്റിലും അകപ്പെട്ടാൽ അവരുടെ വീഴ്ചയെ പറഞ്ഞ് പ്രസിദ്ധപ്പെടുത്തി അവരെ തേജോവധം ചെയ്യും. ധാർമ്മിക രോഷമെന്ന ഭാവത്തിലാണ് ഈ ദുഷ്പ്രചരണം നടത്തുന്നത്. ദൈവമക്കൾക്ക് അതൊരിക്കലും ചേർന്നതല്ല. ജോസഫും മറിയവുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ വധു ഗർഭിണിയാണെന്ന വിവരം ജോസഫ് അറിഞ്ഞു. വൈരാഗ്യമോ വെറുപ്പോ നിമിത്തം ഈ വിവരം പരസ്യപ്പെടുത്തി പരിശുദ്ധ അമ്മയുടെ സൽപ്പേരിന് കളങ്കം പുരട്ടുവാൻ ജോസഫ് ഇഷ്ടപ്പെട്ടില്ല. രഹസ്യമായി ഉപേക്ഷിക്കുവാൻ നിശ്ചയിച്ചു. മറ്റൊരാളുടെ കുറവുകൾ പറയുന്നതും അവരുടെ ഭാവിയെ താറുമാറാക്കുന്നതും തനിക്കിഷ്ടമില്ലായിരുന്നു. പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള തെറ്റ് ആരോപണമോ കേട്ടുകേൾവിയോ സംശയമോ ആയിരുന്നില്ല. പ്രത്യക്ഷമായ തെളിവുകൾ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു വ്യക്തിയുടെ ഭാവി നശിപ്പിക്കുവാൻ മാർ യൗസേപ്പ് ഇഷ്ടപ്പെട്ടില്ല. തക്ക സമയം ദൈവം തന്റെ ദൂതനെ അയച്ച് സത്യാവസ്ഥ അറിയിക്കുകയും അവരുടെ വിവാഹം നടക്കുകയും ചെയ്തു. മറ്റൊരാളുടെ ബലഹീനതകൾ തേടിപ്പിടിച്ച് പറഞ്ഞു പരസ്യപ്പെടുത്തി രസിക്കുന്നത് ക്രൂര വിനോദമാണ്. അതിന്റെ രസം പൈശാചികമാണ്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് പരത്തിയതിന്റെ ഫലമായി തകർന്നുപോയ കുടുംബങ്ങളുണ്ട്. പരസ്പര സംശയങ്ങൾ വിപുലപ്പെടുത്തി സ്നേഹിതരും സഹോദരങ്ങളും തമ്മിൽ അകലാനിടയായിട്ടുണ്ട്. വിശുദ്ധ യൗസേപ്പ് നമുക്ക് മാതൃകയായിരിക്കട്ടെ. വ്യക്തമായ തെളിവുണ്ടായിരുന്നിട്ടും ദൂഷ്യം പറഞ്ഞ് പരസ്യപ്പെടുത്തുവാൻ മാർ യൗസേപ്പ് ഒരുമ്പെട്ടില്ല. കുറവുകൾ തേടിപ്പിടിച്ചു പറഞ്ഞു പരത്തി വിപുലപ്പെടുത്തി ഒരാളെ നശിപ്പിക്കുകയല്ല, സഹതാപപൂർവം അവരെ ഉയർത്തുവാനാണ് ശ്രമിക്കേണ്ടത്. മറ്റാരുടെയെങ്കിലും കുറവുകൾ പറഞ്ഞു രസിക്കുന്നത് പൈശാചികമാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.